ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി സത്യങ്ങളെല്ലാം പുറത്തു വരികയാണ് കേട്ടോ. ശിവാനി ഗർഭിണിയല്ലെന്ന സത്യം ശിവാനി തന്നെ പറയുന്ന ആ ഒരു സീനിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ശിവാനിയെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടി പാറുവും നിധിയും ഒരുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ പാറുവിനോട് പറയുന്നുണ്ട് നിധി വന്നിട്ട്, അമ്മേ ഒരിക്കലും ഗർഭിണിയല്ല ഈ പറയുന്ന ശിവാനി എന്ന് പറയണ്ട. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? അവളുടെ പെരുമാറ്റം തന്നെ അത് കേൾക്കുന്ന പാറു പറയുന്നുണ്ട്, എനിക്കും പല പ്രാവശ്യമായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അവള് ഗർഭിണിയല്ല, എൻ്റെ മകനെ പറ്റിക്കുകയാണെന്നുള്ള. പക്ഷേ നമുക്ക് മുന്നിൽ തെളിയിക്കാൻ യാതൊരു വഴിയുമില്ലല്ലോ. അവളാണെങ്കിൽ ആ ഡോക്ടറെ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു വഴിയുണ്ട്, അത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ത് വഴി? അത് എൻ്റെ അനിയൻ നിഖിലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. അമ്മ എനിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ആ സത്യം അവളുടെ വായ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന അമ്മക്ക് ഞാൻ കേൾപ്പിച്ചു തരാം എന്ന് പാറുവിനോട് ഇങ്ങനെ നിധി പറയാണ്. ഈ സമയം എന്താണ് നിന്റെ പരിപാടി? നമുക്ക് അമ്പലത്തിലോട്ട് പോവാ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവര് അമ്പലത്തിലോട്ട് പോവാണ്. അമ്പലത്തിൽ ചെല്ലുമ്പോൾ നിഖിൽ അവിടെ ഉണ്ടാവും. അപ്പൊ എന്താ നിന്റെ പരിപാടി? അതൊക്കെ ഉണ്ട്. ഒരു ജോത്സ്യൻ അതാ ഇരിക്കുന്നു. അത് കേട്ടോടനെ ഇതേത് ജോത്സ്യൻ വാ എന്ന് പറയുന്നുണ്ട്. ആ സമയം ആ ജോത്സ്യന്റെ അടുത്തോട്ട് ഒരു സ്ത്രീ വരുന്നുണ്ട്. അപ്പൊ ആ സ്ത്രീയോട് ചില സത്യങ്ങളൊക്കെ ആ ജോത്സ്യൻ വിളിച്ചു പറയുമ്പോൾ ആ ജോത്സ്യനെ കുറിച്ച് ആ സ്ത്രീക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. അതൊക്കെ കാണുന്ന പാറു ആകെ ഞെട്ടിപ്പോവാണ്. പാറു പറയുന്നുണ്ട്, അത് കിടിലൻ ജോത്സ്യൻ തന്നെയാണല്ലോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നിധിയും നിഖിലും ചിരിക്കുകയാണ് കേട്ടോ. അപ്പോ നിഖിലിനെ കണ്ടോടെ തന്നെ ആ ജോത്സ്യൻ പറയണ, ആ നീ എത്തിയോ? ഞാൻ നീ പറഞ്ഞതുപോലെ മൊത്തത്തിൽ അങ്ങ് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്ന പാറു, എന്താ ഇയാൾ പറയുന്നത്? ഉടൻ തന്നെ ഇതൊക്കെ വെപ്പാണെന്ന് തോന്നുമോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇല്ല, വെപ്പാണെന്ന് തോന്നുന്നില്ല എന്ന് നിധി പറയാണ്. എന്താ ഈ പറയുന്നത്? അമ്മ, അത് ഞങ്ങൾ അറിയുന്ന ഒരു നാടകക്കാരനാണ്. അവനെ ഒരു സന്യാസിനിയാക്കി ഇവിടെ കൊടുത്തിരുത്തിയിരിക്കുകയാണ്, ഒരു ജോത്സ്യനാക്കി കൊടുത്തിരുത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ കാണുന്ന താടിയും മുടിയും ഒക്കെ അതൊക്കെ വെപ്പാണ്. അതിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താ നിന്റെ പരിപാടി? അത് കേട്ട ഉടനെ നിധി കുറെ കാര്യങ്ങൾ പാറുവിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന പാറു പറയണേ, ശിവാനി എന്ന് പറയുന്നവളെ പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല. കാരണം അവൾ എൻ്റെ മകനെ സ്വന്തമാക്കിയവളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വിധത്തിൽ അവളെ ഒഴിപ്പിക്കാൻ നോക്കിയിട്ടും എനിക്ക് കഴിയാത്തൊരു കാര്യമാണ്. അത് നടക്കുമെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും നടക്കും. അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാമെന്ന് പറയണേട്ടാ. അങ്ങനെ ആ വഴി എന്തൊക്കെയാണെന്ന് നിധി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുന്ന പാറു, ആള് ഇത് കൊള്ളാലോ, സൂപ്പർ തന്നെ എന്ന് പറയുന്നു. പിന്നീട് ഈ ജോത്സ്യം പറയണേ, എനിക്കോട് നീ പറഞ്ഞതുപോലെ ഞാൻ പോകുന്നു എന്ന് പറയട്ടോ. പിന്നീട് പോകുന്നത് അശോകന്റെ വീട്ടിലോട്ടാണ്. അങ്ങനെ വീട്ടുമുറ്റത്ത് ചെന്ന് നിൽക്കുകയാണ്. ഇവിടെ ആരുമില്ലേ, നിങ്ങളുടെ മകളുടെ ജീവിതം തകരുന്നു, നിങ്ങളുടെ മകളുടെ ജീവിതം തകരുന്നു എന്നൊക്കെ ഇങ്ങനെ അയാൾ വിളിച്ചു പോകുമ്പോൾ രേണുകയാണെങ്കിലോ ഉള്ളിൽ നിന്നിങ്ങനെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ ജനലിനുള്ളിലൂടെ. അപ്പൊ ആ സമയം നിഖിൽ അവിടെ ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ ഓട്ടോ വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അയാൾ പറയുന്നുണ്ട്, നിങ്ങളുടെ മകളുടെ ജീവിതം തകരാണ്, നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവിതം സേഫ് ആക്കണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ ഇന്നെ പൂജ ചെയ്യണം, എന്നെ ദൈവദൂതനായി പറഞ്ഞയച്ചതുപോലെ കരുതിക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ നിഖിൽ പറയണേ, തട്ടിപ്പും വെട്ടിപ്പുമായി ഒരുപാട് ജ്യോത്സ്യന്മാർ നടക്കുന്നുണ്ട്, നിങ്ങളൊന്ന് പോയാൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നങ്ങളില്ല, ഇനിയിപ്പോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ വഴിയിലൂടെ ഞങ്ങൾ വരില്ല, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുന്ന രേണുകക്ക് അത് സത്യമാണല്ലോ എന്ന് പറയട്ടെ രേണുക ഇറങ്ങി വരുന്നുണ്ട് കേട്ടാ. അപ്പൊ ഈ സമയം നിഖില് അമ്മായി അകത്ത് കയറിപ്പോയിക്കേ, നീ ഒന്ന് അകത്ത് കയറിപ്പോയിക്കേ, ഇയാളെ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടോളാം, അമ്മായി ഇയാളുടെ വലയിൽ വീഴരുത്. ഇല്ല, ഞാൻ വീഴില്ല, നീ പോയിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടാ. പിന്നീട് നിഖില് വിൻഡോയുടെ ഉള്ളിലൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടാ. ഈ സമയം നിങ്ങൾ എന്ത് പറയാനാണ് വന്നത്? അത് നിങ്ങളുടെ മോളുടെ കാര്യം പറയാനാണ് വന്നത്. എന്നെ ദൈവം നേരിട്ട് പറഞ്ഞയച്ചതാണെന്ന് മനസ്സിൽ ചിന്തിച്ചോളൂ. കാരണം നിങ്ങളുടെ മകൾ അപകടത്തിലാണ്. വലിയ വീട്, സമ്പാദ്യം, സ്വത്ത് എല്ലാം ഉണ്ടായിട്ട് നിങ്ങളുടെ മകൾക്ക് അതൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. അതൊക്കെ പുറത്തു നിന്നും കയറി വന്ന ഒരുത്തിയാണ് അത് അനുഭവിക്കുന്നത്, ഒരുത്തനുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മകളുടെ ജീവിതം സേഫ് ആക്കണമെങ്കിൽ ആ സ്വത്തുക്കളെല്ലാം അവരെ അടിച്ചു കൊണ്ടുപോകണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന അമ്പലത്തിലോട്ട് ഒരു വഴിപാടിന് വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ പരിഹാരം കിട്ടും, നിങ്ങൾ മകളുമായി വന്നാൽ മതി എന്ന് പറയണ്ട. അത് കേൾക്കുന്ന ജോത്സ്യനോട്, നിങ്ങളെ ആള് കൊള്ളാലോ, എൻ്റെ മകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നു? അതല്ലേ ഞാൻ പറഞ്ഞത്, ദൈവം നേരിട്ട് എന്നെ പറഞ്ഞയച്ചതാണെന്ന് കൂട്ടിക്കോളൂ, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ മകള് എന്ത് ചെയ്തിട്ടും ആ വീട്ടിൽ നിങ്ങളുടെ മകൾക്ക് ഇനിയൊരു സ്ഥാനം കിട്ടത്തില്ല. അവിടെ വേറെ ഒരുത്തിയുണ്ട്, അവള് നിങ്ങളുടെ മകളെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കുമെന്ന് പറയുമ്പോൾ, എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളുടെ മകളാണ്
അവളാണ്, അവൾ തന്നെയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർക്കില്ല, തകർത്ത് തരിപ്പിടമാക്കുമെന്ന് അയാൾ പറയാൻ കേട്ടോ. അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഏത് അമ്പലത്തിലാണ് ഞങ്ങൾ വരേണ്ടത്, അമ്പലത്തിലല്ല, ഞാനൊരു ഭാഗം പറയാം, അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ജോത്സ്യൻ പറയുന്നുണ്ട്, നിങ്ങൾ മാത്രം വന്നിട്ട് കാര്യമില്ല, നിങ്ങളുടെ മകളെ കൂട്ടിയെങ്കിലാണ് ഇതിനൊരു പ്രതിവിധി എനിക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ, കാളിയാണ്, കാളി എന്നെ പറഞ്ഞയച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം മുറ്റത്ത് നിന്ന് തന്നെ ശിവാനിക്ക് വിളിക്കാനും, ശിവാനി ഇവിടെ ഇന്നൊരു ജോത്സ്യം വന്നോടി, അയാൾ പറയുന്നത് നിന്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത്. അയാൾ പറയാണ്, നിധി ആ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റിയിട്ട് നിന്റെ പ്രണവിനെ ചണ്ടിയാക്കും എന്നുള്ള ആ രീതിയിലാണ് അയാളുടെ സംസാരം. അതുകൊണ്ട് തന്നെ രക്തം ഊറ്റി കുടിക്കുന്ന ഡാക്കുളയാണ് നിധി, അത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. അതിന് ഒരു പ്രതിവിധി പറഞ്ഞിട്ടുണ്ട്, ഒരു പൂജ ചെയ്താൽ മതി, ഇത്രേ പൂജ ചെയ്യാൻ ഇന്ന സ്ഥലത്തോട്ട് എത്താൻ പറയുന്നു. എന്താ മോളെ വേണ്ടത്? അമ്മ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞോ? ആ പറഞ്ഞു മോളെ, നിന്റെ വീട്ടിൽ നടക്കുന്നതെല്ലാം അയാൾ വെട്ടിത്തുറന്ന് പറഞ്ഞു, എങ്കിൽ നമുക്ക് അയാളെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നു കേട്ടോ. അത് കേൾക്കുന്ന നിഖിലിന് ഒരുപാട് സന്തോഷമാവുകയാണ്. നിഖിൽ പെട്ടെന്ന് തൻ്റെ ഫോണെടുത്ത് ചേച്ചിക്ക് വിളിച്ച് പറയാണ്, ചേച്ചി നമ്മൾ തയ്യാറാക്കിയ പ്ലാനിൽ അവർ വീണിട്ടുണ്ട്, അമ്മായി ആണോ, എങ്കിൽ നാളെ കാണാം എന്ന് പറയാനിട്ട. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ഈ പൂജാ സ്ഥലം ഇങ്ങനെ തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പൊ രണ്ട് കലത്തിനിടയിൽ ഇങ്ങനെ CCTVയുടെ ക്യാമറ വെക്കുന്നുണ്ട്. അത് ആരും തന്നെ കാണാതിരിക്കാൻ ചെടികൾ കൊണ്ടും കലം കൊണ്ടും മറിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം അയാൾ പറയുന്നുണ്ട്, കുട്ടി നീ പെട്ടെന്ന് പോ നിഖിലെ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ പിടിക്കപ്പെടും, ആ രേണുകയും അവരുടെ മകളും ആള് പുലി തന്നെയാണ്, അതുകൊണ്ട് നീ പോയിക്കോ, എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, എനിക്ക് ലൈവായിട്ട് ഈ പറയുന്ന എൻ്റെ ശിവാനി എന്ന് പറയുന്നവരുണ്ടല്ലോ, എൻ്റെ അമ്മായി എന്ന് പറയുന്നവരുണ്ടല്ലോ, അവരുടെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണം, അതുകൊണ്ടാണ് എനിക്ക് ലൈവായി ഞാൻ ഇപ്പുറം കർട്ടനിന് സൈഡിൽ ഇരുന്നിട്ട് എൻ്റെ ചേച്ചിക്കും എൻ്റെ ആൻറ്റിക്കും ഞാൻ അയച്ചു കൊടുത്തോളാം എന്ന് പറയുമ്പോൾ, ശരി, നിന്നെ കണ്ണിലൊരിക്കലും കാണാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ശരി, ഓക്കെ. അപ്പോഴേക്കും തൻ്റെ ശിഷ്യനോട് പറയണേ, നീ അവരെ ശിവാനിയെ വിളിക്കുക. അപ്പോൾ ശിവാനിയും രേണുകയും പുറത്ത് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അകത്തോട്ട് കയറി വരാനിട്ടോ. ഇതേ സമയം പാറു, ഇതൊന്നും നടക്കുമെന്ന് ഇത് എനിക്ക് തോന്നുന്നില്ല, ശിവാനി ബുദ്ധിമതിയാണ്, അവൾ എന്തെങ്കിലും വഴികൾ കണ്ടെത്തുക എന്നൊക്കെ പറയുമ്പോൾ നടക്കും, അവളുടെ വായ കൊണ്ട് തന്നെ ആൻറ്റി പറയാം, അത് ഇനിയിപ്പോൾ അവൾ ഗർഭിണിയാണെങ്കിൽ ഞാൻ എൻ്റെ പേരക്കുട്ടിയോട് ചെയ്യുന്ന തെറ്റല്ലേ? അല്ല, അവളൊരു സ്വത്തിന് മുതലിന് മാത്രം വേണ്ടി ജീവിക്കുന്നവളാണ്, അവൾ പ്രണവിന്റെ ജീവിതം തകർക്കും, അതുകൊണ്ട് തന്നെ അവൾ ഗർഭിണിയല്ല, അതിനി കണ്ടുപിടിക്കണം എന്ന് എന്നിട്ട് പറയാണ്. എൻ്റെ ഏതായാലും ക്ഷമിക്ക്, കുറച്ചു നേരമല്ലേ ഉള്ളൂ പൂജ എന്ന് പറയുന്നില്ല. അങ്ങനെ ശിവാനി രേണുകയും കൂടി ഈ ജോത്സ്യന്റെ അടുത്തോട്ട് എത്തണം. അപ്പൊ ജോത്സ്യൻ കയറിയിരിക്കാൻ പറയണേ. എന്നിട്ട് ശിവാനിയോട് പറയണേ, നിന്റെ ജീവിതം വലിയ ദുരന്തം തന്നെയാണല്ലേ, നിന്റെ വീട്ടിൽ ഈ പറയുന്ന പാറുവിന് 2 മക്കളാണല്ലേ, നിന്റെ ഭർത്താവിന്റെ അമ്മക്ക് 2 മക്കളാണല്ലേ. അയ്യോ, അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അതെ, എനിക്ക് ജ്ഞാനമുണ്ട്, എല്ലാം അറിയാൻ കഴിവുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 മക്കളാണ്. പക്ഷെ ഒരുത്തൻ പുറത്തു നിന്ന് കയറി വന്നതാണ്, അനാഥനാണ്, അവന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, അവനും അവന്റെ ഭാര്യയും നിന്റെ ഭർത്താവിന്റെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടല്ലേ. എന്താ ഈ പറയുന്നത്? എത്ര സത്യമായ കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് എന്ന് ശിവാനി പറയുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, ദിവ്യശക്തി ഉണ്ട്, എല്ലാം അറിയാൻ കഴിയും, അതുകൊണ്ട് ഞാനൊരു പ്രതിവിധി പറയാം. കുട്ടി ഗർഭിണിയാണല്ലേ? ആണ്, ഞാൻ ഗർഭിണിയാണ്. അപ്പുറത്ത് തപ്പിപ്പിടുത്തമുണ്ട്, ഗർഭിണിയല്ല എങ്കിൽ നീ ചെയ്യുന്നത്, കാളിക്ക് പൂജ ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും സത്യങ്ങൾ വെളിയിൽ വരും, എല്ലാ സത്യങ്ങളും എനിക്ക് കാളി എൻ്റെ കണ്ണിൽ കാണിച്ചു തരും, അതുകൊണ്ട് തന്നെ ഗർഭിണിയല്ല എങ്കിൽ ഈ പൂജ ഫലിക്കില്ല, ഗർഭിണിയാണെങ്കിൽ ഈ പൂജ തീർച്ചയായും ഫലിക്കുമെന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന ശിവാനി, അതെന്താ ഗർഭിണിയല്ലെങ്കിൽ പൂജ ഫലിക്കില്ലേ? ഇല്ല, ഫലിക്കില്ല എന്ന് ജ്യോത്സ്യൻ പറയുന്നു കേട്ടോ. അത് കേൾക്കുന്ന നിഖിലിനും നിധിക്കും പാറുവിനും സംശയം കൂടുതലായിട്ട്. അപ്പൊ നിധി പറയണേ, ഞാൻ പറഞ്ഞില്ല ആൻറ്റി, നമ്മുടെ പ്രണവിനെയും നമ്മുടെ വീട്ടുകാരെയൊക്കെ അവളെ ഈ ഗർഭത്തിന്റെ പേരിൽ പറ്റിച്ചും കൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുന്ന പാറു, അങ്ങനെയാണെങ്കിൽ അവളെ ഞാൻ ചൂലെടുത്ത് അടിച്ചു കൊല്ലും, ഇന്നത്തോടുകൂടി അവളുടെ പൊറുതി ഞാൻ ഇവിടെ അവസാനിപ്പിക്കും എന്ന് പാറു പറയുന്നുണ്ട്. അങ്ങനെ പാറു ഇങ്ങനെ കലിതുള്ളാണ്. അപ്പൊ ഈ സമയം ഫുള്ള് കേൾക്ക്, അവളുടെ വായ കൊണ്ട് തന്നെ അവൾ പറയണ്ടേ, ഇതെന്തായാലും റെക്കോർഡ് ആവുമല്ലേ, അതുകൊണ്ട് തന്നെ അവളുടെ വായ കൊണ്ട് തന്നെ നമുക്ക് കേൾക്കാം എന്ന് പറയുന്നിട്ട. അങ്ങനെ ശിവാനിയുടെ നേർക്ക് പൂജ തുടങ്ങാണ്. കാളിപൂജയാണ് കേട്ടോ. കാളി പൂജ ഇങ്ങനെ ചെയ്തു തുടങ്ങാണ്. അങ്ങനെ പൂജാകർമ്മങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ നാമങ്ങളൊക്കെ ഉരുവിടുന്നത് കാണുമ്പോൾ പാറു പറയണേ, ഇയാൾക്ക് ശരിക്കും നാമങ്ങളൊക്കെ ഉരുവിടാൻ അറിയാലോ, ഇയാൾ ശരിക്കും നീ പറയുന്ന ഈ ആള് തന്നെയാണോ, ഈ ജ്യോത്സ്യനാണോ
മന്ത്രവാദിനിയാണ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ പാറു ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആൻറ്റി ഒന്നും മിണ്ടാതിരിക്കുക, അവളുടെ വായ കൊണ്ട് കേൾക്കണം. അങ്ങനെ പൂജ കുറച്ചുണ്ട് ചെയ്യുമ്പോഴേക്കും ഈ പൂജാരിയുടെ സ്വഭാവം മാറണ. പൂജാരി ഒച്ചത്തോടു കൂടി, നീ എൻ്റെ അടുത്ത് മുന്നേ നുണ പറയുന്നു, കാളിയോടാണ് നിന്റെ കളി, കാളിയോട് നുണ പറഞ്ഞ് കളിക്കുന്നു. നീ ഗർഭിണിയല്ല കുട്ടി, ഗർഭിണിയല്ലാത്ത നീ എന്തിനാണ് കള്ളം പറയുന്നത്? നീ ഗർഭിണിയല്ല, സത്യം പറ, നീ ഗർഭിണിയാണോ അല്ലേ എന്നുള്ള സത്യം പറ. അത് കേൾക്കുന്ന ശിവാനി ഞെട്ടിപ്പോവാണ്. ഇയാൾ എത്ര പെട്ടെന്ന് അതൊക്കെ പറഞ്ഞത്? കാളി എല്ലാ സത്യങ്ങളും എനിക്ക് മുന്നിൽ കാണിച്ചു, നീ എല്ലാവരെയും കബളിപ്പിച്ചും കൊണ്ടിരിക്കണേ. നീ ഗർഭിണിയല്ല, സത്യമര്യാദക്ക് തുറന്നു പറഞ്ഞോ നീ ഗർഭിണിയല്ല എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ ഉടൻ തന്നെ രേണുക ചോദിക്കുന്നുണ്ട്, എന്താ ശിവാനി ഇനി ഒന്നും മിണ്ടാത്തത്? ഈ മന്ത്രവാദി പറയുന്നതിനനുസരിച്ച് നീ മറുപടി നൽകി. അപ്പോഴും ശിവാനി മിണ്ടുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ നിഖിലും ഇങ്ങനെ എന്താ ഇവള് മിണ്ടാത്തതിന്റെ ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ പാറു, ഇവളെന്താ മിണ്ടാത്ത? അപ്പൊ ഇതിനർത്ഥം എന്താ? അവള് ഗർഭിണിയല്ല. അതല്ല ആന്റി, അവളുടെ വായ കൊണ്ട് അവള് പറഞ്ഞോളൂ. അപ്പൊ ഉടൻ തന്നെ എത്ര ഈ മന്ത്രവാദി ചോദിച്ചിട്ടും ഈ ശിവാനി ആ സത്യങ്ങൾ പറയുന്നില്ല. അങ്ങനെ കുട്ടി, നിന്നോടാ പറയാൻ പറഞ്ഞത്, കാളി എന്നോട് പറയുന്നു നീ ഗർഭിണിയല്ലെന്ന്. കാളിയോട് കളിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോഴും പറയുന്നില്ല. ഇതേ സമയം അടവുകൾ മാറ്റിപ്പിടിക്കുകയാണ് നല്ലത്, ഈ കുട്ടിയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ അതാണ് നല്ലതെന്ന് കരുതിയിട്ട് ആ മന്ത്രവാദിനെ പെട്ടെന്ന് അടവുകൾ മാറ്റിപ്പിടിച്ചിട്ട് കാളിയോടാണ് കളിച്ചിരിക്കുന്നത്. കാളിക്ക് പൂജ ചെയ്യാൻ വന്ന് കള്ളത്തരം പറഞ്ഞ ആ ആൾക്ക് തന്നെ രക്തം ഛർദ്ദിച്ച് മരിക്കേണ്ടി വരുന്ന കാളിയനോട് പറയുന്നത്, അതുകൊണ്ട് സത്യങ്ങൾ തുറന്നു പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഇലകളൊക്കെ വെച്ച് ഉറഞ്ഞു തുള്ളണിട്ട. ആ തുള്ളൽ കാണുമ്പോൾ ശിവാനി ആകെ പേടിച്ചു പോവാണ്. ഈശ്വര എന്ന ഭാവത്തിൽ ശിവാനി ഇങ്ങനെ പേടിച്ചു നിൽക്കുമ്പോൾ ഉടൻ തന്നെ ശിവാനിയോട് വീണ്ടും പറയൂ, നീ ഇപ്പൊ മരിക്കും, ഈ മിനിറ്റുകൾക്കിടയിൽ നിന്റെ വായിൽ നിന്ന് രക്തം വരും, അതുകൊണ്ട് കാളി അധികം വഴുകിക്കാൻ പാടില്ല, സത്യങ്ങൾ തുറന്നു പറയൂ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ശിവാനി പറയണേ, ഞാൻ ഗർഭിണിയല്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന കാളിയോടാണ് കളിച്ചത്, കാളിയോട് കള്ളം പറഞ്ഞിരിക്കുന്നു. ഇന്നേ വരെ കാളിയോട് ആരും തന്നെ കള്ളം പറഞ്ഞിട്ടില്ല. നീ ഗർഭിണിയല്ലെന്ന് കാളി എനിക്ക് മുന്നിൽ കാണിച്ചു തരുമ്പോൾ നീ എത്ര വട്ടം ഗർഭിണി ആണോ അല്ലേന്ന് ഞാൻ ചോദിക്കുമ്പോൾ അതിന് മറുപടി നൽകാഞ്ഞത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞ അയാൾ വീണ്ടും ഇങ്ങനെ ഉറഞ്ഞു തുള്ളുമ്പോൾ പാറുവും നിധി ആകെ ഞെട്ടിപ്പോകണം കേട്ടോ. അപ്പൊ നിധി വീണ്ടും ശിവാനി പറയണേ, ഞാൻ ഗർഭിണിയല്ല, പിന്നെ എന്തിന് എൻ്റെ മുന്നിൽ നീ കള്ളം പറഞ്ഞു എന്ന് അയാൾ വീണ്ടും പറയുമ്പോൾ ഇവിടെ പാറു, എൻ്റെ മകനെ ഇത്രയും നാൾ അവള് വഞ്ചിക്കായിരുന്നില്ല. അപ്പൊ നിധി പറയണേ, ഇപ്പൊ എന്തായി ആന്റി, ഞാൻ പറഞ്ഞ സത്യം ശരി തന്നെയല്ലേ, അവൾ ഗർഭിണിയല്ലെന്ന സത്യം പുറത്തു വന്നിരിക്കുന്നു എന്ന് പറയുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഇനി വരാനിരിക്കുന്നത്. അതൊക്കെ ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് കഴിഞ്ഞാൽ അത് പുറത്തു വരും. അപ്പൊ ഇതിന്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാ ഞാൻ അടുത്ത വീഡിയോ ഇതിന്റെ ബാക്കി പറയാം കേട്ടോ.